നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗമെന്ന 2-ാമത്തെ അധ്യായത്തിലെ 48-ാമത്തെ ശ്ലോകമാകുന്നു. യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമം ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യോഗസ്ഥഃ കുരു സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോഃ സമഃ ഭൂത്വാ സമത്വം യോഗഃ ഉച്യതേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ ധനഞ്ജയ, യോഗസ്ഥഃ സമം ത്യക്ത്വാ യോഗസ്ഥഃ സംഗം ത്യക്ത്വാ സിദ്ധ്യസിദ്ധ്യോഃ സമഃ ഭൂത്വാ കർമാണി കുരു സമത്വം യോഗഃ ഉച്യതേ. ഇനി മേൽപ്പറഞ്ഞ ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണിത്. കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഓരോ വിഷയത്തിലും അർജുനന് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ ഇപ്രകാരം അർജുനനെ ഉപദേശിക്കുന്നു. അല്ലയോ അർജുന, നീ യോഗസ്ഥനായി ഭഗവൻ നിഷ്ഠയിൽ ഇരുന്നു കൊണ്ട് ആസക്തി ഉപേക്ഷിച്ചുകൊണ്ട് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും പ്രാപിച്ചാലും പ്രാപിച്ചില്ലെങ്കിലും സമബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുക. സത്തുക്കൾ സമഭാവത്തെയാണ് യോഗമെന്ന് പറയുന്നത്. സമഭാവമുണ്ടെങ്കിലേ മനസ്സിന് സമാധാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സമത്വം യോഗമെന്ന് വിശദീകരിക്കപ്പെടുന്നത്. നമസ്തേ.